വാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണാ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം. ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹമാണ് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ ആത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച്, സവിശേഷതകളെ കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തു. ആത്മാവ് ഒരിക്കലും നശിക്കാത്തത് കൊണ്ട്, ആർക്കും അതിനെ വധിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ആയുധങ്ങൾക്ക് അതിനെ മുറിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ആർക്കും ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, ഒരു ജീവനെ കുറിച്ചും ഒരു ഭൗതിക ലോകത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചും ഒരു ജീവാത്മാവിനെ കുറിച്ചും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി, ആത്മീയ ജ്ഞാനമുള്ള വ്യക്തി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ല, ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ജീവാത്മാവ് അവധ്യനാണ്, ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരാൾ വിചാരിച്ചാലും ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കും. ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, പക്ഷെ ജീവനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദേഹി നിത്യം, ആ ദേഹത്തിലിരിക്കുന്ന വ്യക്തി, നീയും ഞാനും ഉൾപ്പെടെയുള്ള ഈ എല്ലാ വ്യക്തികളും, സർവാണി ഭൂതാനി എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും അവധ്യോയമാണ്, നിത്യനാണ്, ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു മാറ്റവും വരുന്നില്ല. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതയ, അത് അവികാര്യമാണ്, ഒരിക്കലും മാറ്റം വരാത്തതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനെ കുറിച്ചും ആർക്കും യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് വലിയൊരു ശാസ്ത്രമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെക്കുറിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ്, അല്ലെ? നമ്മൾക്ക് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇതാണ് യഥാർത്ഥ സത്യം. ഭഗവാൻ പറയും, ദേഹി നിത്യം അവധ്യോയം. ദേഹി, ആ ജീവാത്മാവ്, ആ ജീവൻ നിത്യനാണ്. ആരെല്ലാം എന്തെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞാലും, എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, മന്ത്രത്തിലൂടെയോ തന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ അഭിചാരത്തിലൂടെയോ
അല്ലെങ്കിൽ രാജനീതിയിലൂടെയോ പൊളിറ്റിക്സിലൂടെയോ രാഷ്ട്രീയത്തിലൂടെയോ അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചോ എന്തെല്ലാം ആരെല്ലാം ഒരു വ്യക്തിയെ ചെയ്താലും ആ വ്യക്തിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ദേഹി നിത്യം അവധ്യോയം, അതിനാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദേഹേ സർവസ്യ ഭാരത, അത് ഒരു ജീവാത്മാവിന്റെ കാര്യമല്ല, എല്ലാ ജീവാത്മാവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ജീവാത്മാക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെ? ഭഗവാൻ പോലും അതിനെ ഒന്നും ചെയ്യുന്നില്ല. ഭഗവാൻ പോലും ജീവാത്മാവിനെ നിത്യനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ചും ആർക്കും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനന്റെ വിലാപമെല്ലാം, അർജുനന്റെ സങ്കടമെല്ലാം, ദുഃഖമെല്ലാം അസ്ഥാനത്തായിരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞത്, നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, പക്ഷേ നീ വിലപിക്കുകയും ചെയ്യുന്നു. വിലപിക്കുന്നത് പണ്ഡിതന്റെ ലക്ഷണമല്ല എന്ന് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുത്തു. അതിന്റെ കാരണമാണ് ഭഗവാൻ പറഞ്ഞത്, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, അതുകൊണ്ട് നശിക്കാത്ത ഒരു വസ്തുവിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. സാങ്കേതത്വ പ്രകാരം അങ്ങനെ ആത്മാവിനെ കുറിച്ച് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം യുദ്ധം ചെയ്യുന്നത് അർജുനന്റെ കടമയാണ് എന്ന് ഭഗവാൻ ഇപ്പോൾ അർജുനനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് സാമൂഹിക നീതി അനുസരിച്ച് ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ക്ഷത്രിയാഹി പ്രജാരക്ഷൻ ശസ്ത്രപാണി പ്രദണ്ഡയൻ. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? ആയുധം എന്തിക്കൊണ്ട് ആരൊക്കെയാണോ അധർമ്മം പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ അവർക്ക് ശിക്ഷ നൽകണം, അവരെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവരെ അടിച്ചമർത്തണം. അതാണ് ക്ഷത്രിയന്റെ ധർമ്മം. അപ്പോൾ നീ ക്ഷത്രിയനായതുകൊണ്ട്, ക്ഷത്രിയൻ എന്ന് നീ പേര് കേട്ടിട്ടുള്ള വ്യക്തിയാണ്, യുദ്ധത്തിൽ നീ വളരെ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ്, നിപുണനാണ്. എല്ലാവർക്കും, ശത്രുപക്ഷത്തുള്ളവർ പോലും നിന്നെ ഉള്ളിൽ വലിയൊരു യുദ്ധവീരനായിട്ടാണ് കാണുന്നത്. ദുര്യോധനൻ പോലും നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഭീമാർജുന സമായുധി. ഭീമനെ പോലെയും അർജുനെ പോലെയും യുദ്ധവീരന്മാരാണ് അവരെല്ലാവരും എന്നാണ് ശത്രുപക്ഷത്തുള്ളവർ പോലും നിന്നെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സാമൂഹിക നീതി അനുസരിച്ച് നിന്റെ ധർമ്മം എന്താണ്? ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് പാപം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അല്ലെ? അപ്പൊ അർജുനൻ നേരത്തെ പറഞ്ഞത് എനിക്ക് പാപമുണ്ടാകും, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപമുണ്ടാകും എന്നാണ് അർജുനൻ പറഞ്ഞത്. ഭഗവാൻ അതിനെ തിരുത്തുന്നു. യുദ്ധം ചെയ്താലല്ല പാപം ഉണ്ടാകുന്നത്, ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ്, ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് നിന്റെ കടമ നിറവേറ്റിയിട്ടില്ലെങ്കിലാണ് നിനക്ക് പാപം ഉണ്ടാകുന്നത് എന്ന് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത് സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. തത് സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. നീ നിന്റെ സ്വധർമ്മം യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് യഥാർത്ഥത്തിൽ പാപം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യേണ്ടതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശ്രേയസ്സും ഉണ്ടാവില്ല എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. പാപമുണ്ടാകുമെന്ന് പറഞ്ഞു, യുദ്ധം ചെയ്താൽ പാപമുണ്ടാകുമെന്ന് പറഞ്ഞു. ഭഗവാൻ ഇവിടെ തിരുത്തി പറഞ്ഞു, യുദ്ധം ചെയ്താലല്ല, യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് പാപം ഉണ്ടാകുക. 33-ാമത്തെ ശ്ലോകത്തിൽ അത് തിരുത്തി പറഞ്ഞു. തത് സ്വധർമ്മം കീർത്തിച്ച ഹിത്വാ പാപം അവാപ്സ്യസി. യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ പാപമുണ്ടാകും എന്ന് പറഞ്ഞു. നേരത്തെ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
യുദ്ധം ചെയ്തത് കൊണ്ട് ഒരു ശ്രേയസ്സും ഉണ്ടാവുന്നില്ല. യുദ്ധം ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു ശ്രേയസ്സും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വലിയ ദുഃഖത്തിനാണ് വഴിവെക്കാൻ പോകുന്നത്, അല്ലെ? നച്ച ശ്രേയോ പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച. അത് ഭഗവാൻ തിരുത്തി പറയുകയാണ് 34-ാമത്തെ ശ്ലോകത്തിൽ. നീ പറഞ്ഞു യുദ്ധം ചെയ്താൽ എനിക്ക് യാതൊരു ശ്രേയസ്സും ഉണ്ടാവില്ല എന്നാണ് നീ പറഞ്ഞത്. പക്ഷെ നേരെ വിപരീതമാണ് സംഭവിക്കുക. നീ യുദ്ധം ചെയ്തില്ലെങ്കിലാണ് നിന്റെ ശ്രേയസ് ഇല്ലാതാക്കാൻ പോകുന്നത്. കാരണം എന്താണ്? നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ ആളുകളൊക്കെ നിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, നിന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും. നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പേടിച്ചു പോയത്, നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയതെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് നിന്റെ ശ്രേയസ് ഇല്ലാതാകുന്നത് യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, യുദ്ധം ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനെ തിരുത്തിക്കൊണ്ട് പറയുന്നത്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി അവ്യയ സംഭാവിതസ്യ ച അകീർത്തിർ മരണാത് അതിരിച്ചത്. എല്ലാവരും നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കും യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ. അവരൊക്കെ പറയും ഭയാദ്രണാത് ഉപരതം മംചന്തേ ത്വാം മഹാരഥ. നിന്നെ കുറിച്ച് ഉള്ളിൽ ആരാധനയുള്ള ശത്രുക്കൾ പോലും, ശത്രുപക്ഷത്തിലുള്ളവർക്ക് പോലും നിന്നോട് ഉള്ളിൽ ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു ആരാധനയുണ്ട്. നീ വലിയ യുദ്ധവീരനാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ആ ധാരണയൊക്കെ ഇല്ലാതാവും. ഭീഷ്മരും ദ്രോണർക്കും ഒക്കെ നിന്നെക്കുറിച്ച് ബഹുമാനമുണ്ട്. നീ നല്ല ഒരു ക്ഷത്രിയനാണ്, നീ യുദ്ധവീരനാണ് എന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ നീ യുദ്ധം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ആ ധാരണയൊക്കെ മാറും. ഭീഷ്മരും ദ്രോണരും ഒക്കെ വിചാരിക്കും നീ പേടിച്ചിട്ടാണ് യുദ്ധത്തിൽ നിന്ന് പോയത്. അവരൊക്കെ നീ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് നിശ്രേയസ് ഉണ്ടാവുന്നത്, നിന്റെ ശ്രേയസ് ഇല്ലാതാകുന്നത് എന്ന് ഭഗവാൻ അർജുനെ തിരുത്തി പറഞ്ഞു കൊടുത്തു. ഭയാദ്രണാത് ഉപരതം വംസന്തേ ത്വം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. നിന്നെ കുറിച്ച് നിന്നെ വളരെ നിസ്സാരനായിട്ട് കരുതും. നിന്റെ ഇതുവരെയുള്ള സമൂഹത്തിലുള്ള വിലയെല്ലാം, നിനക്കുണ്ടായിരുന്ന ആ സ്ഥാനമെല്ലാം, അവരുടെ മനസ്സിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനമെല്ലാം ഇല്ലാതാകും. ഭൂത്വാ യാസ്യസി ലാഘവം, വളരെ നിസ്സാരനായിട്ട് നിന്നെ തള്ളിക്കളയും. അതുകൊണ്ട് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിന്റെ ശ്രേയസ് നശിച്ചു പോകാൻ പോകുന്നത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 36-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് വായിക്കാനുള്ളത്. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തമാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തഥോ ദുഃഖതരം നഹി. 36-37 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതിന്റെ വിവർത്തനം പകർന്നും വായിച്ചതിന് ശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 36-ാമത്തെ 37-ാമത്തെ ശ്ലോകം വായിച്ചോളൂ, അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകീം. ശത്രുക്കൾ നിന്നെ പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ആദ്യം അർജുനന്റെ അസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്കു മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തന്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. ശ്ലോകം 37. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. അർത്ഥം. കുന്തിപുത്ര,
ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ജയം അർജുനന്റെ കക്ഷിക്കാവുമെന്ന് നിശ്ചയിക്കാനാവില്ല. എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അർജുനന്റെ കാരുണ്യം അസ്ഥാനത്താണ് എന്നുള്ളതാണ്. അല്ലെ, അർജുനൻ കൃപയാ പരയാവിഷ്ടോ വിഷീധന്വിതം അബ്രവീത്. എന്റെ ഈ ചുറ്റുപാടും വന്നിട്ടുള്ളത് ഇവരെല്ലാവരും എന്റെ സ്വജനമാണ്. സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സ്വജനങ്ങളെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം എനിക്ക് എന്ത് സുഖമാണ് ഉണ്ടാകാൻ പോകുന്നത്, എനിക്ക് വലിയ ദുഃഖമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അർജുനൻ പറഞ്ഞിരുന്നത്. ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ദുഃഖമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം എന്താണ്? ഞാൻ യുദ്ധത്തിൽ കൊല്ലാൻ പോകുന്നതെല്ലാം എന്റെ സ്വന്തം ആളുകളാണ്. ഇവരെല്ലാം എന്റെ സ്നേഹിതരാണ്. ഇവരെല്ലാവരും എന്റെ അഭ്യുദയകാംക്ഷികളാണ്. ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ്. അല്ലെ, അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് ഈ യുദ്ധം എനിക്ക് വലിയ ദുഃഖമാണ് തരാൻ പോകുന്നത് എന്ന് ആ ബന്ധുക്കളോടുള്ള കാരുണ്യം അർജുനൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായി. പക്ഷെ ഭഗവാൻ അവരുടെ യഥാർത്ഥ മനസ്ഥിതി ഇവിടെ അർജുനനെ തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. നീ അവരെ ബന്ധുക്കളാണെന്ന് ആണ് വിചാരിക്കുന്നത്, പക്ഷേ നിന്നെ പഴിക്കാൻ അവരെ തക്കം പാർത്തു നിൽക്കുകയാണ്. അല്ലെ, നിനക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അവര് നിന്നെ വളരെ മോശമായിട്ട് നിന്ദന്തവ സാമർത്ഥ്യം അവാച്യവാദാംശ ബഹുൻ വധിഷ്യന്തി തവാഹിത. നിന്നെ കുറിച്ച് പറയാൻ പറ്റാത്തതൊക്കെ അവര് പറയും. വളരെ മോശമായിട്ട് അവര് സംസാരിക്കും. അപ്പോൾ നീ ഈ കാരുണ്യം കാണിക്കുന്നതൊക്കെ നിന്നോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത, നിന്നെ എതിർക്കുന്ന വ്യക്തികളോടാണ് നീ കാരുണ്യം കാണിക്കുന്നത്. അപ്പോൾ നിന്റെ കാരുണ്യം അസ്ഥാനത്താണ് എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലെ, ചില വ്യക്തികൾ കാരുണ്യം കാണിക്കുന്നത് യഥാർത്ഥ ആ കാരുണ്യം അർഹിക്കുന്ന വ്യക്തികളായിരിക്കില്ല. കാരുണ്യം ആവശ്യമാണ്, പക്ഷെ അത് അർഹിക്കുന്നവർക്ക് നൽകണം. അത് അർഹിക്കാത്തവരിൽ കാരുണ്യം നൽകി കഴിഞ്ഞാൽ അവര് മുതലെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ അർജുനന്റെ കാരുണ്യവും അർഹിക്കാത്തവരിലാണ് എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നീ കാരുണ്യം പ്രകടിപ്പിക്കുന്ന ആ വ്യക്തികളൊക്കെ നിനക്ക് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. അവാച്യവാദാംശ ബഹൂൻ, അവരതിന് തക്കം പാർത്തിരിക്കുന്ന ആളുകളാണ്. നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ നിന്നോട് അസൂയാലുക്കളായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. നീ ബന്ധുക്കളാണെന്ന് പറയുന്നു, പക്ഷെ നിന്നോട് അവർക്ക് എന്താണുള്ളത്? അസൂയാണുള്ളത്. അത് നീ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണ് നീ അവരോട് കാരുണ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് പറയുന്നത്. അവാച്യവാദാംശ ബഹൂൻ വധിഷ്യന്തി തവാഹിതാഹ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നൽകിയും. നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ ഒന്നിനും കൊള്ളാത്തവനാണ്, യുദ്ധം ചെയ്യാൻ പോലും അറിയാത്തവനാണ്. ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ മുന്നിൽ കണ്ടപ്പോൾ അവൻ പേടിച്ചു പോയി. അല്ല, ഇത്രയും വലിയ സൈന്യത്തെ കണ്ട സമയത്ത്, ദുര്യോധനാദികളെ കണ്ട സമയത്ത്, ഭീഷ്മാദികളെ മുന്നിൽ കണ്ട സമയത്ത് അവൻ പേടിച്ചു പോയി. അവന്റെ ധൈര്യമൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന നിന്നെ നിന്ദിക്കും എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ദുഃഖകരമായിട്ട് എന്താണുള്ളത് എന്നാണ് ചോദിക്കുന്നത്, ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ നിന്ദാവചനങ്ങൾ അത് സഹിക്കാൻ പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ ദുഃഖകരമായിട്ട് എന്താണുള്ളത്? അപ്പോൾ നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലാണ് നിനക്ക് ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാകാൻ പോകുന്നത്. യുദ്ധം ചെയ്താലാണ് ദുഃഖം ഉണ്ടാവുന്നത് എന്ന് നീ പറഞ്ഞു, പക്ഷെ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് യഥാർത്ഥ ദുഃഖം ഉണ്ടാകാൻ പോകുന്നത് എന്ന്
ഭഗവാൻ അർജുനോട് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഭഗവാൻ അർജുന കാണിച്ചു കൊടുത്തു, അവരുടെ മനസ്ഥിതി പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ശ്ലോകത്തിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടത്തിനെ കുറിച്ച്, യുദ്ധം കൊണ്ടുണ്ടാകുന്ന ശ്രേയസിനെ കുറിച്ച് ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട്. മാത്രമല്ല ഭഗവാന്റെ തീരുമാനവും ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. നീ യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം. അത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യുദ്ധായ കൃതനിശ്ചയം 37ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ തീരുമാനം എന്താണ്? അർജുനൻ യുദ്ധം ചെയ്യണോ, അർജുനൻ യുദ്ധം ചെയ്യണ്ട? ഏതാണ് ഭഗവാന്റെ തീരുമാനം? അതിവിടെ ഭഗവാൻ പറയുന്നു, അധോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷസേ മഹി തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് ശ്രേയസ് തന്നെയുള്ളൂ. കാരണം ധാർമ്മികമായിട്ടുള്ള യുദ്ധമാണ്. നീ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നീ ജയിച്ചാലും തോറ്റാലും ശ്രേയസ് തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ജയിച്ചാലും തോറ്റാലും എന്താണ് ശ്രേയസ്? അധോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാവാ ഭോക്ഷസേ മഹി. അധോവാ, യുദ്ധത്തിൽ രണ്ടും സംഭവിക്കാം അല്ലെ? യുദ്ധത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. യുദ്ധത്തിന് ക്ഷത്രിയന്മാർ വരുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ക്ഷത്രിയന്മാര് യുദ്ധത്തിനായിട്ട് വരുന്നത്. അവരൊരിക്കലും ഒരു ഒത്തുതീർപ്പിന് വേണ്ടി വരുന്നതല്ല യുദ്ധത്തിൽ, അല്ലെ? ഒന്നുകിൽ ഞാൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും യുദ്ധത്തിന് വരുന്നത്. അപ്പൊ യുദ്ധം നടക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ഒന്നുകിൽ കൊല്ലപ്പെടാം, ആർക്കും ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല യുദ്ധം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജയിക്കാം. രണ്ടിനും ഒരേപോലെ സാധ്യതയുണ്ട്. അപ്പൊ ഭഗവാൻ രണ്ട് സാധ്യതയും പറഞ്ഞു കൊടുത്തു. രണ്ടായാലും ശ്രേയസ്കരമാണ്. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും യുദ്ധത്തിൽ ജയിച്ചാലും ശ്രേയസ്കരം തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശ്രേയസ്സും ഇല്ല. നച്ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഈ യുദ്ധം കൊണ്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. അനുപശ്യാമി, ഞാൻ കാണുന്നില്ല എന്നാണ് അർജുനൻ പറഞ്ഞത്. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. ഭഗവാൻ ആ ശ്രേയസ് കാണിച്ചു കൊടുത്തു. എന്താണ് യുദ്ധം ചെയ്യുന്നത് കൊണ്ടുള്ള ശ്രേയസ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാവാ ഭോക്ഷസേ മഹിം. ഇത് രണ്ടും ശ്രേയസ് തന്നെയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് യുദ്ധവീരന്മാർക്കുള്ള സ്വർഗത്തിലേക്ക് പോകാം, ഉയർന്ന ലോകങ്ങളിലേക്ക്, പുണ്യലോകങ്ങളിലേക്ക്, യുദ്ധവീരന്മാർക്കുള്ള ആ വീരസ്വർഗത്തിലേക്ക് നിനക്ക് പോകാം. അത് ശ്രേയസ്സാണ് അല്ലെ? ഉയരത്തിലേക്ക് പോകുന്നത് ശ്രേയസ്സാണ്. അധോവാ പ്രാപ്സ്യസി സ്വർഗം. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, കൊല്ലപ്പെടില്ല എന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറയുന്നില്ല. യുദ്ധമായതുകൊണ്ട് കൊല്ലപ്പെടാം, സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലപ്പെട്ടാലും എന്താണ്? ശ്രേയസ്സാണ്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. അധോവാ പ്രാപ്സ്യസി സ്വർഗം ചിത്വാവാ ഭോക്ഷസേ മഹീം. ഇനി ജയിച്ചാലോ? കൊല്ലപ്പെട്ടില്ല, നീ അവരെ തോൽപ്പിച്ചു, നീ ജയിച്ചു, നിന്റെ പക്ഷം ജയിച്ചു. അപ്പോൾ അതും ശ്രേയസ്കരമാണ്. കാരണം എന്താണ്? നിനക്ക് ഈ മഹത്തായിട്ടുള്ള ഭൂമി ഭരിക്കാം, അല്ലെ? ഈ ഭൂമണ്ഡലം മുഴുവൻ നിനക്ക് ഭരിക്കാം. ധാർമ്മികമായിട്ട് നിനക്ക് രാജ്യം ഭരിക്കാം, ധാർമ്മികമായിട്ടുള്ള രീതിയിൽ രാജ്യം ഭരിക്കാം. അതും എന്താണ്? അത് ശ്രേയസ്കരമാണ്. രണ്ട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും യുദ്ധം നിനക്ക് ശ്രേയസ്കരം തന്നെയാണ്. നീ പറഞ്ഞത് ശരിയല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നീ പറഞ്ഞു യുദ്ധം എനിക്ക് യാതൊരു ശ്രേയസ്സും തരുന്നില്ല, ഞാൻ കാണുന്നില്ല ശ്രേയസ് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ശ്രേയോ അനുപശ്യാമി. അപ്പൊ ഭഗവാൻ പറയുന്നു, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നീ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്തിലേക്ക് പോകും, അത് നല്ലതാണ്. അല്ലെങ്കിൽ നീ ഇവിടെ ജയിച്ച് നീ ഈ ഭാരതവർഷം നിനക്കും നിന്റെ സഹോദരന്മാർക്കും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ഭരിക്കാം, അതും ശ്രേയസ്കരമാണ്. അതുകൊണ്ട് നീ എന്താണ് ശ്രേയസ് കാണുന്നില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ യാഥാർത്ഥ്യം, അർജുനന് വികാരവിക്ഷുബ്ധത കൊണ്ട് യാഥാർത്ഥ്യം കാണാൻ സാധിക്കാതെ പോയി, അല്ലെ? അവരുടെ ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ട്, ശാരീരികമായിട്ടുള്ള സ്നേഹം കൊണ്ട് ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ശ്രേയസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി.
പക്ഷെ ഇവിടെ ഭഗവാൻ അതെല്ലാം ശ്രേയസ്കരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം ജയിച്ചാലും തോറ്റാലും ശ്രേയസ് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ ഭോക്ഷസേ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതുകൊണ്ട് ഭഗവാന്റെ തീരുമാനം, അർജുനെ കൊണ്ടുള്ള ഭഗവാന്റെ തീരുമാനം പറയുകയാണ്. എന്താണ്? തസ്മാ, അതുകൊണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട്, അല്ലെ, ഇത്രയും വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ആത്മാവിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. ആത്മാവ് നശിക്കുന്നില്ല, അതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല, ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെന്താണ്? ധാർമ്മികമായിട്ടുള്ള രീതിയിൽ, സാമൂഹ്യ ധർമ്മം എന്നുള്ള രീതിയിൽ, ക്ഷത്രിയൻ എന്നുള്ള രീതിയിൽ നീ ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടതാണ്. അപ്പോൾ ആത്മാവിന്റെ തത്വം നോക്കിക്കഴിഞ്ഞാലും, സാങ്കേയോഗം നോക്കിക്കഴിഞ്ഞാലും, കർമ്മയോഗം നോക്കിക്കഴിഞ്ഞാലും, ധാർമ്മികമായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നീ യുദ്ധം ചെയ്യണം. ഇപ്പൊ ഇവിടെ ശ്രേയസ്കരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാലും നീ അതാണ് ചോദിച്ചത്. എന്താണ് ശ്രേയസ്കരം? യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേയം ഷാദിമാത്വാം പ്രപന്നം എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ഭഗവാന് ശിഷ്യപ്പെട്ടത്. എന്താണ് എനിക്ക് ശ്രേയസ്കരം? എനിക്ക് ഭാവിയിൽ നല്ലത് എന്താണ്? ഭാവിയിൽ മംഗളകരമായിട്ടുള്ളത്, അതാണ് ശ്രേയസ്കരം. താൽക്കാലികമായിട്ട് മംഗളകരമായിട്ടുള്ളതല്ല, ഭാവിയിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന മംഗളകരമായിട്ടുള്ള കാര്യം എന്താണ്? അതാണ് ശ്രേയസ് എന്ന് പറയും. ആ ശ്രേയസ് എന്താണെന്ന് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ തീരുമാനം വളരെ കൃത്യമായിട്ട് പറയുന്നു. തസ്മാത്, അതുകൊണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അർജുനൻ ഇരിക്കുകയായിരുന്നു അതുവരെ, അല്ലെ? ഭഗവാൻ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ സംസാരിക്കുന്ന സമയത്ത് അർജുനൻ അവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. വിഷീദന്തം, അർജുനൻ കരഞ്ഞുകൊണ്ട്, അശ്രുപൂർണാകുലേക്ഷണം, കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. വേപതുശ്ച ശരീരമേ രോമഹർഷ ജായതേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എവിടെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അർജുനോടാണ് ഭഗവാൻ പറയുന്നത് തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ, അതുകൊണ്ട് നീ എഴുന്നേൽക്കും. യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിക്കൂ എന്നാണ് പറഞ്ഞത്. എഴുന്നേറ്റ് നീ യുദ്ധം ചെയ്യൂ, അതാണ് എന്റെ തീരുമാനം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ തീരുമാനവും ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി. അതുകൊണ്ട് ഇനി അർജുനൻ യാതൊന്നും ചിന്തിക്കാനില്ല. ഇതുവരെ അർജുനൻ ഭഗവാനോട് അങ്ങയുടെ ഇഷ്ടം എന്താണ്, ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടയോ, അത് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു എന്റെ നിശ്ചയപ്രകാരവും നീ യുദ്ധം ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ നിശ്ചയം കേൾക്കുന്നതിന്റെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ പരമാത്മാവിന്റെ നിർദ്ദേശം കേട്ട് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിവരിക്കുന്നത്. ഇതുവരെ ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം സ്വധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു, സാമൂഹികമായിട്ടുള്ള നീതി, സ്വധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. അതിന്റെ പ്രാധാന്യമാണ്, അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അതിനെയാണ് ബുദ്ധിയോഗം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിവരിക്കുന്നത്. ഇതുവരെ ഞാൻ സാഖ്യയോഗവും കർമ്മയോഗവും പറഞ്ഞു തന്നു, ഇനി ഞാൻ ബുദ്ധിയോഗം പറഞ്ഞു തരാം എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 39-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ മനസ്സിലാക്കും. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്തതിന് ശേഷം 38-ാമത്തെ ശ്ലോകം വായിക്കാം. അത് ബുദ്ധിയോഗത്തിലേക്കുള്ള ഒരു സൂചനയാണ്. അപ്പൊ ഈ ശ്ലോകത്തോടു കൂടി എന്ത് അവസാനിച്ചു? ഭഗവാൻ കർമ്മയോഗം പറയുന്നത് ഈ അധ്യായത്തിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നേരത്തെ സാഖ്യയോഗം 30-ാമത്തെ ശ്ലോകത്തിൽ സാഖ്യയോഗം ഭഗവാൻ അവസാനിപ്പിച്ചു. ഇവിടെ 37-ാമത്തെ ശ്ലോകത്തിൽ കർമ്മയോഗം, സാമൂഹിക നീതി അനുസരിച്ച് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ബുദ്ധിയോഗത്തിലേക്കുള്ള സൂചനയാണ്
അതിന്റെ അടുത്ത ശ്ലോകം ബുദ്ധിയോഗത്തിനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നതാണ്. അടുത്ത ശ്ലോകം ബുദ്ധിയോഗത്തിന്റെ സൂചനയാണ് നൽകുന്നത്. കർമ്മയോഗത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഹലോ പ്രഭുജി. യെസ്, രാമകൃഷ്ണൻ പ്രഭു പറഞ്ഞോളാം. ഇവിടെ ഭഗവാൻ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്നുകിലും നീ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ വിജയം വരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാൻ പറയുന്നത്? രണ്ടും അങ്ങോട്ട്. യെസ്, അർജുനൻ ഏതിനും തയ്യാറായിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ. അർജുനൻ ജയത്തിനും പരാജയത്തിനും തയ്യാറായിരിക്കണം, കടമ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ ഇതെന്റെ കടമയാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം. അല്ലെ, ഞാൻ വിജയിച്ചാൽ മാത്രം യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തോൽക്കുന്നില്ല എന്ന ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാൽ ഞാൻ യുദ്ധം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള കർമ്മമായിട്ട് മാറും, ലാഭത്തിനെ മാത്രം ഉദ്ദേശിച്ചുള്ള കർമ്മമായിട്ട് മാറും. ഏതായാലും ഞാൻ എന്റെ കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്യാം. ജയിച്ചാലും വേണ്ടില്ല, തോറ്റാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, ഞാൻ യുദ്ധം ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ്? അത് കണ്ടീഷൻലെസ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഇല്ലാതെ, യാതൊരു ഉപാധിയുമില്ലാതെ അർജുനൻ പ്രവർത്തിക്കണമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അത് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ, അടുത്ത ശ്ലോകം കൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ, വേറെന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, രണ്ട് സിദ്ധാന്തത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്ന്, നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് സാഖ്യ സിദ്ധാന്തത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സാഖ്യ സിദ്ധാന്തത്തിലാണ് അർജുനൻ ആത്മാവിന്റെ സ്വഭാവം ശരീരത്തിന്റെ സ്വഭാവമായിട്ട് താരതമ്യപ്പെടുത്തി, ആത്മാവും ശരീരം തമ്മിലുള്ള വ്യത്യാസം, ആത്മാവിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത് ആ സാഖ്യ സിദ്ധാന്തത്തിലാണ്. 12ാമത്തെ ശ്ലോകം മുതൽ 30ാമത്തെ ശ്ലോകം വരെ സാഖ്യ സിദ്ധാന്തം അനുസരിച്ച് ഭഗവാൻ വിശദീകരിച്ചു. അതിനുശേഷം 31ാമത്തെ ശ്ലോകം മുതൽ ഇവിടെ 37ാമത്തെ ശ്ലോകം വരെ കർമ്മയോഗത്തിനെ കുറിച്ചുള്ള സൂചനയാണ്. കർമ്മ സിദ്ധാന്തം അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്യേണ്ടതാണ് എന്ന് ഭഗവാൻ വിവരിക്കുന്നതാണ്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വരാൻ പോകുന്നത് 39ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ബുദ്ധിയോഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുദ്ധിയോഗം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. അത് ഭക്തിയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബുദ്ധിയോഗം യഥാർത്ഥത്തിൽ ഭക്തിയോഗം തന്നെയാണ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലേക്കാണ് ബുദ്ധിയോഗം നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധിയോഗത്തിലേക്കാണ് അടുത്ത ശ്ലോകം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഇവിടെ ഭഗവാന്റെ തീരുമാനം പറഞ്ഞു. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാന്റെ താല്പര്യം എന്ന് ഭഗവാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജുനന് യാതൊരു സംശയവുമില്ലാതെ ജയമാണോ, തോൽവിയാണോ, സുഖമാണോ, ദുഃഖമാണോ, അല്ലെങ്കിൽ പരാജയമാണോ, ഇതൊന്നും ചിന്തിക്കാതെ അർജുനന് യുദ്ധം ചെയ്യാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നത്. 38ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. ഓക്കെ, 38ാമത്തെ ശ്ലോകം വായിച്ചോളൂ. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. യെസ്, സിനിമാതാജി വായിച്ചു. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തഥാ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ, സന്താപമോ, നഷ്ടമോ, ലാഭമോ, ജയമോ, തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. ഭാവാർത്ഥം: യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് കൃഷ്ണന്റെ അഭിഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയാപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്ത് ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം.
അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണം ഉണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യുന്ന കർമ്മ സത്വഗുണത്തോടു കൂടിയതായാലും രജോ ഗുണത്തോടു കൂടിയതായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാക്കുന്നത് പോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം നകിംകരോ നായം ഋണീജ രാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് മുകുന്ദനെ പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്തവനെ ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോട് തന്നെയോ കടപ്പാടുമൊന്നുമില്ലെന്ന് ഭാഗവതം 15:5-41 ഈ ആശയം 41 പറയുന്നു. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇതിൽ കൂടുതൽ വിശദീകരിക്കപ്പെടും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനിമാബജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ മറ്റൊരു രഹസ്യം ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താണ്? പാപം ബാധിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാം. സാധാരണഗതിയിൽ വേദങ്ങളിലൊക്കെ പറയുന്നത് ഒന്നുകിൽ പുണ്യകർമ്മങ്ങൾ, അല്ലെ പുണ്യകർമ്മങ്ങൾ, നന്മ, യജ്ഞങ്ങൾ, ഇതിലൂടെയൊക്കെ പുണ്യം വർദ്ധിക്കും എന്നാണ്. വേദങ്ങൾക്ക് വിപരീതമായിട്ടുള്ള കർമ്മങ്ങൾ, വേദനിർദ്ദിഷ്ടമല്ലാത്ത കർമ്മങ്ങൾ, വേദങ്ങളിൽ വിലക്കിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ പാപകർമ്മങ്ങൾ. അപ്പോൾ രണ്ടു തരം കർമ്മങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും വേദങ്ങളിൽ പറയുന്നത്, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും. അപ്പോൾ അധികം പേർക്കും എന്തിനെ കുറിച്ചേ അറിയുള്ളൂ? ഒന്നുകിൽ അത് പുണ്യമായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? പാപമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഒന്നുകിൽ പുണ്യമായിരിക്കും, അല്ലെങ്കിൽ പാപമായിരിക്കും. ഈ പുണ്യപാപങ്ങളെ കുറിച്ച് മാത്രമേ സാധാരണ ആളുകൾക്ക് അറിയുകയുള്ളൂ. വേദങ്ങൾ പഠിച്ചവർക്ക് പോലും അറിയുകയുള്ളൂ. കലിയുഗത്തിലെ ആളുകൾ പുണ്യപാപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് ഏറ്റവും താഴ്ന്ന നിലവാരമാണ്. സാത്വിക ഗുണത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ കുറച്ച് ജ്ഞാനമുള്ളവരാണ് പുണ്യപാപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ പറയാൻ പോകുന്നത് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു ജ്ഞാനമാണ്. പാപം ഏൽക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാം എന്നാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. പുണ്യപാപങ്ങൾക്ക് ഉപരിയായിട്ടുള്ള കർമ്മത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. നൈവം പാപം അവാപ്സ്യസി. അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പാപം കിട്ടും. കാരണം എന്താണ്? വലിയ ഒരു ഭീകരമായിട്ടുള്ള കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെ, ഇവരെയൊക്കെ കൊല്ലണം, എത്രയോ ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ പാപമുണ്ടാകുന്ന കർമ്മമാണ്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെ, പാപമേവാശ്രയേത അസ്മാൻ അദ്വൈതാൻ അതതായ. എനിക്ക് വലിയ പാപം കിട്ടും, അതുകൊണ്ട് എന്റെ പുണ്യം മുഴുവൻ നശിച്ചു പോകും, എനിക്ക് മോക്ഷം കിട്ടില്ല. അല്ലെ, എന്റെ ഇതുവരെയുള്ള പുണ്യമൊക്കെ നശിച്ചു പോകും, എനിക്ക് മോക്ഷമൊന്നും കിട്ടാത്ത അവസ്ഥയിൽ വരും. എന്തിനാണ് ഞാൻ വെറുതെ ഈ പാപമൊക്കെ കയ്യേൽക്കുന്നത് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ, ഇത്വാ പാപം അവാപ്സ്യസി. ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപം കിട്ടും, ഞാനെന്തിനാണ് ഇത്രയും വലിയ പാപമൊക്കെ ഏൽക്കാൻ പോകുന്നത് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത് പാപം ഏൽക്കാതെ നമ്മൾക്ക് കർമ്മം ചെയ്യാം. നൈവം പാപം അവാപ്സ്യസി. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ ഇവിടെ നിർദ്ദേശിച്ചു കഴിഞ്ഞു യുദ്ധം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ യുദ്ധം ചെയ്താൽ മാത്രം മതി. ഭഗവാന്റെ നിർദ്ദേശമായതുകൊണ്ട് സുഖദുഃഖേ സമയകൃത്വ ലാഭോ ജയോ തഥോ യുദ്ധായ യുജ്യസ്യ നൈവം പാപം അവാപ്സ്യസി. ഞാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു യുദ്ധം ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് നീ എന്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സുഖദുഃഖേ സമയകൃത്വ ലാഭോ ജയോ. നീ ലാഭത്തിനെ കുറിച്ചോ നഷ്ടത്തിനെ കുറിച്ചോ, യുദ്ധം ജയിക്കുമോ അല്ലെങ്കിൽ തോൽക്കുമോ, ഞാൻ മരിക്കുമോ ജീവിക്കുമോ, അല്ലെങ്കിൽ ഇത് ശ്രേയസ്കരമാണോ നന്മയാണോ തിന്മയാണോ പുണ്യമാണോ പാപമാണോ, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ യുദ്ധം ചെയ്താൽ മാത്രമല്ല. അങ്ങനെ ചിന്തിച്ച് ഇതെന്റെ കടമ
എന്നുള്ള രീതിയിൽ നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് പാപം ഏൽക്കുകയില്ല. അപ്പൊ ഇത് വേറെ വലിയൊരു ശാസ്ത്രമാണ്. എന്താണ് അത് അങ്ങനെ ഭഗവാൻ പറയാൻ കാരണം? അത് ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ കടമ, യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് എന്താണോ ഭഗവാൻ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ജീവാത്മാവിന്റെ മൂലസ്വരൂപം. ഭഗവാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജീവാത്മാക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം, ഭാഗവതത്തിൽ പറയും. എന്താണ് യഥാർത്ഥ ധർമ്മം? ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ധർമ്മം. അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അത് പുണ്യമാണോ പാപമാണോ ലാഭമാണോ നഷ്ടമാണോ ജയമാണോ പരാജയമാണോ സുഖമാണോ ദുഃഖമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നിന്റെ കടമയാണ്. നിനക്ക് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു, എന്റെ കടമയാണ് എന്ന് കരുതി നീ ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന് പുണ്യമോ പാപമോ ഒന്നുമില്ല എന്നാണ്. അതാണ് ബുദ്ധിയോഗം. ബുദ്ധിയോഗത്തിലേക്കുള്ളൊരു സൂചനയാണ് ഈ ശ്ലോകം എന്ന ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയും. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കൂടുതൽ വിശദീകരിക്കപ്പെടും. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ടുള്ള കടമകളെ കുറിച്ചാണ്, ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഭഗവാന് വേണ്ടി പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ, ഭഗവാന് പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്ത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തിയെ പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ്. ആ വ്യക്തിക്ക് സാമൂഹികമായിട്ടുള്ള കടമയൊന്നുമില്ല എന്നിവിടെ വ്യക്തമാക്കുന്ന ശ്ലോകം ശീലപ്രഭാതർ എടുത്തു പറയുന്നത്. ദേവർഷി ഭൂതാപ്തം നൃണാം പിതൃണാം ന കിങ്കരാം നായ പ്രണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ പ്രണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ കർത്തവ്യം എന്താണ്? ഭഗവാൻ മുകുന്ദന് ശരണം പ്രാപിക്കുക, ആ മുകുന്ദന് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാന്റെ ആഗ്രഹം എന്താണ്? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഭഗവാൻ പറയുന്നതാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മറ്റുള്ള കടമകളൊന്നും എല്ലാം നിസ്സാരമാണ്. മറ്റുള്ളവരോട് അവർക്ക് കടമയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റുള്ളവരോടുള്ള കടമയൊക്കെ നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു രഹസ്യശാസ്ത്രമാണ്. സാധാരണഗതിയിൽ ഭൗതികരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാത്തൊരു ശാസ്ത്രമാണ്. അല്ലെ, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാക്കുന്ന ശാസ്ത്രമാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം എന്നാണ് പറയുന്നത്. ഭഗവാന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ, ആ വ്യക്തി പിന്നെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെ, നാമം ജപിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സതതം കീർത്തയന്തോമാ. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ട് ഞാൻ നാമം ജപിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സമ്മതം തന്നുകൊള്ളുന്നില്ല. അപ്പോൾ അത് മറ്റൊന്നും നോക്കാതെ ചെയ്യാം എന്നുള്ളതാണ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ തന്നെ നമ്മൾക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് കൂടി നല്ലതാണ്, അതെല്ലാവർക്കും ശ്രേയസ്കരമാണ്. ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, അപ്പോൾ പിന്നെ നീ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തതോ യുദ്ധായ യുജ്യസ്യ നൈവം പാപം അവാപ്സ്യസി. നീ കടമ എന്നുള്ള നിലയിൽ യുദ്ധം ചെയ്താൽ മതി. അതാണ് എൻ്റെ അഭിപ്രായം എന്നിവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത്.
അപ്പോൾ ഇനി ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഭഗവാൻ പറയാൻ തുടങ്ങുമെന്ന്. ഇത് കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭക്തിയോഗത്തിലേക്കാണ് ഭഗവാൻ ഈ ബുദ്ധിയോഗത്തിലൂടെ അർജുനെ എത്തിക്കുന്നത്. ആ ഭക്തിയോഗത്തിന്റെ പ്രത്യേകതകളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയോഗം നമ്മൾ സാധാരണ വേദങ്ങളിൽ പറയുന്ന കർമ്മകാണ്ഡത്തിലുള്ള കർമ്മങ്ങളൊന്നുമല്ല. അതും ഭക്തിയോഗം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വളരെ മംഗളകരമായിട്ടുള്ള കർമ്മമാണ്. ഇതിന് യാതൊരു ദോഷവുമില്ല എന്നൊക്കെ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകതകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വായിച്ച ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, 38ാമത്തെ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു.